आज की हिंदी कक्षा में सभी को स्वागत है। इन्नते हिंदी क्लाസ്സിലേക്ക് ഏവർക്കും स्वागतम। ओम प्रकाश वाल्मीकि की दलित रचना शवयात्रा। पिछले कक्षा में हमने पढ़ा कि सूरजा अपनी मन की इच्छा अपने बेटे से कहते हैं, यानी घर बनाने की, पक्का घर बनाने की जो इच्छा है वो अपने बेटे से कहते हैं। और पैसा लेने के लिए वो दिल्ली चले जाते हैं। उसके बाद मिस्त्री को देखने के लिए, जाके मिलने के लिए कहते हैं सूरजा से। और सूरजा बहुत खुशी के साथ सूरजा गांव के ठेकेदार सुतराम के पास जाते हैं, लेकिन वह आने के लिए मना करता है। उसके बाद वह अपनी हार नहीं मानी, वो साबिर मिस्त्री के पास पहुंचता है। वह तो आने की वादा करता है, लेकिन वह कहता है कि मेहनत ताना पेशे की वो लेंगे। सूरजा बहुत खुश में थे। जब वह घर पहुंचता है तब ईंट आ चुका था। गांव के सब लोगों को इस पर ईर्ष्या होते हैं। कीर्तन सभा का प्रधान रामजी लाल को भी ये बात अच्छा नहीं लगता है। वह सूरजा से पूछता है कि पक्का मकान बनवाने से पहले गांव के मुखिया से पूछा था या नहीं। इतना ही हम पिछले कक्षा में पढ़ा था। चलते हैं आगे की ओर। രാംജിലാൽ की बात तीर की तरह सूरजा के सीने में उतर गई। രാംജിലാൽ പറഞ്ഞ ഈ കാര്യം മുഖ്യനെ പോയി കണ്ടില്ലേ, ചോദിച്ചില്ലേ, സമ്മതം വാങ്ങിയിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മുടെ സൂരജയുടെ നെഞ്ചത്ത് തറച്ച പോലെ, അസ്ത്രം തറച്ച പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. തീർ എന്ന് പറഞ്ഞാൽ അസ്ത്രമാണ്, സീനെ എന്ന് പറഞ്ഞാൽ നെഞ്ചാണ്. അത് അദ്ദേഹത്തിന് നെഞ്ചത്ത് തറച്ച പോലെയായി ആ വാക്ക്. उसे लगा जैसे कोई सुदखोर साहूकार सामने खड़ा धमकी दे रहा है. നമ്മുടെ സൂരജയ്ക്ക് ഫീൽ ചെയ്തത് എപ്രകാരമാണ്? സുദ്ഖോർ സഹകാർ സാമനെ ഖടാ ധംകി ദേ രഹാ ഹെ. സുദ്ഖോർ എന്ന് പറഞ്ഞാൽ പലിശക്കാരായ, സാഹുകാർ വ്യാപാരികൾ. ഈ പലിശക്കാരായ വ്യാപാരികൾ എപ്രകാരമാണോ ഭീഷണിപ്പെടുത്തുന്നത്, പലിശയ്ക്ക് പൈസ വാങ്ങുമ്പോൾ എപ്രകാരമാണോ അവർ ഭീഷണിപ്പെടുത്തുന്നത്, അതുപോലെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ നമ്മുടെ സൂരജയ്ക്ക് തോന്നുകയാണ് രാംജിലാലിൻ്റെ ഈ സംസാരം കേട്ടിട്ട്. गुस्से पर काबू पाने के असफल प्रयास करते हुए सूरजा घुराया, प्रधान से क्या पूछना. അങ്ങനെ സൂരജയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. गुस्से पर काबू पाने का असफल प्रयास करते हुए, काबू पाना എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, അതിൽ അസഫൽ ഹോ ജാത്ത ഹെ. അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തിൽ നിയന്ത്രിക്കാൻ സാധിച്ചില്ല നമ്മുടെ സൂരജയ്ക്ക്. അദ്ദേഹം പിറുപിറുത്തു. ഗുരായ എന്ന് പറഞ്ഞാൽ ഫുസ്ഫുസാന, പിറുപിറുക്കുക. എന്നിട്ട് പറഞ്ഞു, പരധാൻ സെ ക്യാ പൂച്ചന, മുഖ്യനോട് എന്തു പറയാനാണ്. പരധാൻ എന്ന് പറഞ്ഞാൽ മുഖ്യനോട് എന്തു പറയാനാണ് എന്ന് പിറുപിറുത്തു ദേഷ്യത്തോടു കൂടി. फिर भी पूछ तो लेना चाहिए था कहकर रामजीलाल तो चला गया, लेकिन सूरजा को संशय में ढाल गया था. എന്തൊക്കെയാണെങ്കിലും ചോദിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാംജിലാൽ അവിടെ നിന്ന് പോകുന്നു. ലേക്കിൻ സൂരജാക്കോ സംശയമേ ഡാൽ ഗയാ था. പക്ഷേ നമ്മുടെ സൂരജയെ ഒരുപാട് സംശയത്തിൻ്റെ വിത്ത് അവിടെ പാകിയിട്ടാണ് നമ്മുടെ രാംജിലാൽ പോകുന്നത്. അദ്ദേഹത്തിന് ആകെ സങ്കടമായി, സംശയമായി. ഇനി പറയാനിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ എന്നുള്ള പേടിയായി നമ്മുടെ സൂരജയ്ക്ക്. रामजीलाल सीधा प्रधान के पास पहुंचा. जोहड़ पार के हालात नमक मिर्च लगाकर उसने प्रधान बलराम सिंह के सामने रखे. നമ്മുടെ രാംജിലാൽ സൂരജയുടെ അടുത്ത് നിന്ന് നേരെ പോയത് അവിടുത്തെ മറ്റൊരു നേതാവിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ മറ്റൊരു മുഖ്യൻ്റെ അടുത്താണ്. ജോഹഡ് പാർക്കെ ഹാലാത്ത്, അതായത് ഈ ജോഹഡിൻ്റെ അപ്പുറത്തെ സ്ഥിതി, അവസ്ഥ, ഹാലാത്ത് അവസ്ഥ. ജോഹഡിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ബൽഹാറും, അതിൻ്റെ ഇപ്പുറത്താണ് ചമാറും ഉള്ളത്.
അപ്പോൾ അവിടുത്തെ സ്ഥിതി എരിവും പുളിയും കയറ്റിയിട്ട്, നമക്ക് മിർച്ച് എന്ന് പറഞ്ഞാൽ എരിവും പുളിയും കയറ്റിയിട്ട് ഉസ്നെ പ്രധാൻ ബൽറാം സിംഗ് സാമനെ രക്കി. അവിടുത്തെ മറ്റൊരു മുഖ്യനായ പ്രധാനിയായ ബൽറാം എന്ന് പറയുന്ന വ്യക്തിയുടെ മുന്നിൽ സമർപ്പിച്ചു, അല്ലെങ്കിൽ ആ വ്യക്തിയോട് പറഞ്ഞു, കുറച്ച് എരിവും പുളിയൊക്കെ കൂട്ടിയിട്ട്. കാരണം അദ്ദേഹത്തിന് ഇഷ്ടമല്ല, അദ്ദേഹം വീടുണ്ടാക്കുന്ന കാര്യം ആ ഗ്രാമത്തിലെ മിക്ക ആളുകൾക്കും ഇഷ്ടമല്ല, അസൂയയാണ്. बलराम सिंह ने उस वक्त कोई प्रतिक्रिया जाहिर नहीं की, सिर्फ सिर हिलाकर മൂഞ്ചോ पर हाथ फेरता रहा. അപ്പോൾ ബൽറാം സിംഗിനോട് നമ്മുടെ രാംജിലാൽ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല. റെസ്പോണ്ട് ചെയ്യുക, ജാഹിർ നഹിക്ക്, അതൊന്നും പ്രകടിപ്പിച്ചില്ല, ഒരു റെസ്പോണ്ടും പറഞ്ഞില്ല. സിർഫ് സിർ ഹിലാക്കർ മൂഞ്ചോ पर हाथ फेरता रहा. കേവലം തല ആട്ടിക്കൊണ്ട് തൻ്റെ മീശയിൽ തലോടിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. ആര്? നമ്മുടെ ബൽറാം. മൂഞ്ച് എന്ന് പറഞ്ഞാൽ മീശയാണ്, ഹാത്ത് ഫേർന എന്ന് പറഞ്ഞാൽ തലോടുക. മീശ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നു, ഒരു റെസ്പോണ്ടും ചെയ്തില്ല. പ്രധാൻ ബി ഘാഗത്ത. നമ്മുടെ ഈ ബൽറാം എന്ന് പറയുന്ന പ്രധാനം ബുദ്ധിമാനായിരുന്നു. ഗാഗ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ. വ രാംജിലാൽ കി ഫിത്രത്ത് സെ വാക്കിഫ് താ. അദ്ദേഹം നമ്മുടെ രാംജിലാലിൻ്റെ ഫിത്രത്ത് സെ, സ്വഭാവത്തെ, അല്ലെങ്കിൽ സ്വാഭാവികമായ ആ സ്വഭാവത്തെ അറിയാമായിരുന്നു. അദ്ദേഹത്തിന് നമ്മുടെ രാംജിലാലിൻ്റെ സ്വഭാവം അറിയാമായിരുന്നു. വാക്കിഫ് എന്ന് പറഞ്ഞാൽ അറിവ്, ഫെമിലിയർ ആയിരുന്നു. വാക്കിഫ്, ഫെമിലിയർ. उसके चले जाने के बाद वह कुछ गमगीन सा हो गया था. നമ്മുടെ രാംജിലാൽ അവിടെ നിന്ന് പോയതിന് ശേഷം നമ്മുടെ പ്രധാൻ ബൽറാം കുച്ച് ഗംഗീൻ സാ ഹോ ഗയ. ഗംഗീൻ എന്ന് പറഞ്ഞാൽ ദുഃഖകരമായ അവസ്ഥ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ദുഃഖം സംഭവിച്ച അവസ്ഥയായി. ഇത് കേട്ടിട്ട്, നമ്മുടെ സൂരജ വീടുണ്ടാക്കാൻ പോകുന്ന കാര്യം കേട്ടിട്ട്. സൂരജ ബൽഹാർ പക്ക മക്കാൻ ബൻവാ രഹാ ഹൈ, യെ ബാത് ഉസെ ബേചൈൻ കർനെ കെ ലിയെ കാഫി തി. അദ്ദേഹം ദുഃഖത്തിലാവാൻ കാരണം എന്താ? സൂരജയെ പോലുള്ള ബൽഹാർ ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി, താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി നല്ല അടിച്ചുറപ്പുള്ള ഒരു വീട് ഉണ്ടാക്കാൻ പോകുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഉത്സാഹക്കുറവ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്ന ഒരു കാര്യമാണ്. അത് എത്രയോ കൂടുതലായിരുന്നു ആ ഒരു കാര്യം. അദ്ദേഹത്തിനും അത് സഹിച്ചില്ല. വൈസെ ബി സൂരജ ഗാവ് കെ ലിയെ അബ് ഉത്ന ഉപയോഗി നഹി താ. ഗ്രാമത്തെ സംബന്ധിച്ച് നമ്മുടെ സൂരജിനെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല. കാരണം സൂരജയ്ക്ക് വയസ്സായി. ഇപ്പോൾ സൂരജിനെ കൊണ്ട് ഒരു ആവശ്യവും ഗ്രാമത്തിനില്ല. ये खबर पूरे गांव में फैल गई थी. जोहड़ पर बल्हारों का पक्का मकान बन रहा है. ഈ ഒരു ന്യൂസ് ഖബർ ഗ്രാമം മുഴുവൻ പരന്നു, സ്പ്രെഡായി. ഫൈൽ ഗൈ. ജോഹഡ് പാർ ബൽഹാറോ ക പക്ക മക്കാൻ ബൻ രഹാ ഹെ. ജോഹഡിന് അപ്പുറത്തായിട്ട് ബൽഹാർ അടിച്ചുറപ്പുള്ള ഒരു വീട് ഉണ്ടാക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം പരന്നു, സ്പ്രെഡായി. റെയിൽവേ की कमाई है, ईंटों का ट्रक आ गया है, സിമൻറ്റ്, റേത്ത്, ബജരി, സരിയെ ആ രഹേ ഹെ. എന്തൊക്കെയാണ് അവർ ഗ്രാമത്തിലുള്ളവർ സംസാരിക്കുന്നതെന്ന് അറിയോ? റെയിൽവേ की कमाई है. റെയിൽവേയിലുള്ള ജോലിയാണ് മകന്, പിന്നെ ഉണ്ടാക്കിക്കൂടെ, ഒരുപാട് സമ്പാദ്യം ഉണ്ടാവും. ഈണ്ടൊക്കെ ട്രക്ക് ആഗ്രഹേ, ഇഷ്ടികൻ്റെ ട്രക്കൊക്കെ വന്നിട്ടുണ്ട്, സിമൻറ്റ് വന്നിട്ടുണ്ട്, റേത്ത്, മണൽ വന്നിട്ടുണ്ട്, ബജരി, മെറ്റൽ, സരിയെ ആരഹേ തുടങ്ങിയവ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഗ്രാമത്തിലുള്ളവർ സംസാരിക്കാൻ തുടങ്ങി. ഒരു സാധാരണക്കാരൻ വീട് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ മറ്റുള്ളവർ എന്തൊക്കെയാണോ സംസാരിക്കുക, പരസ്പരം പിറുപിറുക്കുക, അതുപോലെ തന്നെ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. ബാത്ത് ഫൈലത്തെ ഫൈലത്തെ ഇത്തിനി ഫൈൽ ഗയി കി മക്ക നഹി ഘാവ് കി ചാത്തി പർ ഹവേലി ബനേഗി. അങ്ങനെ അത് സ്പ്രെഡായി ഫൈലത്തെ ആ കാര്യം, ആ സംസാരം ഇത്തിനി ഫൈൽ ഗയിക്ക്, അത് എത്രത്തോളം പരന്നെന്ന് നമുക്ക് നോക്കാം. മക്കാൻ നഹി ഘാവ് കി ചാത്തി പർ ഹവേലി ബനേഗി. ഗ്രാമത്തിൻ്റെ നെഞ്ചത്ത് മണിമാളിക, ഹവേലി എന്ന് പറഞ്ഞാൽ മാളികയാണ്, ഒരു വീടല്ല ഉണ്ടാക്കാൻ പോകുന്നത്, വലിയ മാളികയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിലായി
മാറി. അവർ സംസാരിച്ച് ചാത്തി എന്ന് പറഞ്ഞാൽ നെഞ്ചത്ത്, ഹവേലി എന്ന് പറഞ്ഞാൽ മാളിക. കിടക്കി ദർവാസോ കെ ലിയെ സാഗവാൻ കി ലക്കടി ആ രഹി ഹെ. സാധാരണ നമ്മൾ ഗ്രാമത്തിലൊക്കെ ഒരു സാധാരണ വ്യക്തി ഒരു വീടുണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണോ പറയുക, വേണ്ടതും വേണ്ടാത്തതും അങ്ങനെ പറഞ്ഞ് വലിയ വലിയ കാര്യങ്ങൾ പറയും. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെയാണ് സംഭവിക്കുന്നത്. കിടക്കി ദർവാസോं के लिए सागौन की लकड़ी आ रही है. നമ്മുടെ വിൻഡോ അതുപോലെ ഡോറിനൊക്കെ തേക്കിൻ്റെ മരമാണ് കൊണ്ടുവരുന്നത്. സാഗോൻ എന്നാണ് തേക്ക്. സുനാ ഹെ റംഗീൻ സംഗമർമർ കെ ടൈൽ ബി ആ രഹേ ഹെ. കേട്ടു കളർഫുള്ളായിട്ടുള്ള മാർബിൾ ടൈലൊക്കെയാണ് കൊണ്ടുവരുന്നത് വീട് പണിയാൻ. തേക്കിൻ്റെ മരമാണ് ഉപയോഗിക്കുന്നത് ജനലും ഡോറും ഉണ്ടാക്കാൻ. ഇങ്ങനെയൊക്കെയാണ് ആളുകൾ സംസാരിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നത്. ജിത്നെ മൂ ഉത്നി ബാത്ത്. ജിത്നെ മൂ ഉത്നി ബാത്ത് എന്ന് പറഞ്ഞാൽ വലിയ വായിൽ പറയുക എന്ന് പറയില്ലേ. അതായത് പല പല സംസാരങ്ങളാണ് ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നത് ഇതേപോലത്തെ. അഗലെ ദിൻ സുബഹി പ്രധാൻ കാ ആദ്മി ആ ധംകാത്ത ജോഹഡ് കെ കിനാരെ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ പ്രധാൻ ബലറാമിൻ്റെ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു. സൂരജിയെ ധംകാത്ത ജോഹഡ് കെ കിനാരെ, ജോഹഡിൻ്റെ തീരത്ത് വന്നിട്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു. സൂരജാക്കോ മൻ മാർക്കെ ഉസ്കെ സാത്ത് ജാന പട. അങ്ങനെ സൂരജയ്ക്ക് മനസ്സില്ലാ മനസ്സോടെ, മൻ മാർക്കെ എന്ന് പറഞ്ഞാൽ മനസ്സില്ലാ മനസ്സോടെ ആ വ്യക്തിയുടെ കൂടെ പോകേണ്ടി വരുന്നു. സൂരജാക്കോ ദേഖ്തെ ഹി ബൽറാം സിംഗ് ചീക്ക, ആണ്ടി മേ 4 പൈസേ ആകെ തോ അപ്നി ഔക്കാത്ത് ഭൂൽ ഗയാ. അങ്ങനെ സൂരജ നമ്മുടെ ബൽറാം സിംഗിൻ്റെ പ്രധാൻ്റെ അടുത്ത് ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം അലറി അല്ലെങ്കിൽ ചീക്ക, നിലവിളിക്കുക. ബൽറാം സിംഗ് നിലവിളിച്ച് അല്ലെങ്കിൽ അലറിക്കൊണ്ട് പറഞ്ഞു, ആണ്ടി മേ 4 പൈസേ ആകെ തോ അപ്നി ഔക്കാത്ത് ഭൂൽ ഗയാ. ആണ്ടി എന്ന് പറഞ്ഞാൽ പേഴ്സ്, പോക്കറ്റിൽ 4 പൈസ വന്നപ്പോൾ തൻ്റെ നില മറന്നോ എന്ന് ചോദിക്കുകയാണ്. ഔക്കാത്ത്, നില. ബൽഹാരോं को यहाँ इसलिए नहीं बसाया था कि हमारी छाती पर हवेली खड़ी करेंगे. वो ज़मीन जिस पर तुम रहते हो हमारा भाव दादों की है. എന്നിട്ട് ബൽറാം പറയാണ്, ബൽഹാരോं को यहाँ इसलिए नहीं बसाया. ഇവിടെ ബൽഹാറിനെ ഇവിടെ കുടി ഇരുത്താതിരുന്നത്, ഇവിടെ പാർപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഹമാരി ഛാത്തി പർ ഹവേലി കടി കരേങ്കെ. ഞങ്ങളുടെ നെഞ്ചത്ത് മണിമാളിക പണിയും. വോ ജമീൻ, നിങ്ങൾ ഈ മണിമാളിക പണിയുന്ന ഈ ഭൂമി, നിങ്ങൾ താമസിക്കുന്ന ഈ ഭൂമി ഹമാരെ ബാപ്പ് ദാദോക്കി ഹേ, ഞങ്ങളുടെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയൊക്കെ സ്ഥലമാണത്. അവിടെ ഇങ്ങനെ മാളികയൊന്നും പണിയാൻ പാടില്ല. അത് ഞങ്ങളുടെ സ്ഥലമാണ്, മുത്തച്ഛൻ്റെ സ്ഥലമാണ്. അതുകൊണ്ടാണ് നിങ്ങളെവിടെയൊന്നും കുടിയിരുത്താത്തത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ് ഇവിടെ. आज की कक्षा इतना ही. आशा करता हूँ आप लोगों को समझ में आया है. एक गरीब व्यक्ति की अवस्था, हालत, दूसरों की ईर्ष्या, गुस्सा, यह हमने देखा है. धन्यवाद.